വറക്കൽ എങ്ങനെ പറയാ? അൽഹംദുലില്ലാഹ്. മക്കളാ. നീ പേര് പറയാ, ആദ്യം പേര് പറയാ. ഞാൻ മൈക്ക് കൊടുക്ക്. മൈക്ക് കൊടുക്ക്. നിങ്ങൾ പറയും. ഇത് ഏതാ മാസം? അൽഹംദുലില്ലാ. ഈ മാസത്തിന് പ്രത്യേകത എന്താ? പറഞ്ഞാൽ മതി. കേൾക്കണില്ല എല്ലാവരും? കേൾക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ പേര് പറയുന്ന ആൾ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അല്ലാതെ പറയണ്ടേ കേട്ടോ. ഞാൻ പേര് പറയും, അപ്പൊ മാത്രം ആൻസർ പറയാ. റെഡിയല്ലേ? ഓക്കെ. ഇൻഷാ അല്ലാഹ്. നമ്മുടെ നബി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നമ്മുടെ നബി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എവിടെ? ആയിഷ പറയും. മാഷാ അല്ലാഹ്, അഹ്സൻതി. മക്കത്തിലെ നബി ജനിച്ചത് എവിടെയാണ്? ആദ്യമായി മക്കളെ പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുനീർ സഖാഫി ഉസ്താദ് ഇവിടെ എത്തിക്കഴിഞ്ഞു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. കോഴിക്കോട് ജില്ലാ SYSM ജനറൽ സെക്രട്ടറിയും പാറക്കടവ് സിറാജുൽ ഹുദയുടെ മാനേജർ കൂടിയാണ്. അല്ലാഹു തആല ഖൈറും ബറക്കത്തും കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ പ്രഭാഷണം നടക്കുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കണേ. പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ കേട്ടോ. അല്ല ശ്രദ്ധിക്കണം കേട്ടോ, ആരും സംസാരിക്കുന്നത് ഇടയ്ക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ നബിയുടെ ഉമ്മയുടെ പേരെന്താ? ഫാത്തിമ പറയും. കേക്കട്ടെ. മാഷാ അല്ലാഹ്. എന്താ പേര്? ആര് പേരാണ് നബിന്റെ? ഇനി മുത്ത് നബിന്റെ ഉപ്പാന്റെ പേര് പറയണം. ആരാ പറയേണ്ടത് അറിയോ? അസ്മ പറയേണ്ടത്. കിട്ടിയില്ല? അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്. പഠിക്കണില്ലേ? ഇനി നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് എവിടെ? ആമിന പറയ്. മാഷാ അല്ലാഹ്. എവിടെ വഫാത്തായത്? മദീനത്ത്. എവിടെയാണ്? മദീനത്ത്. അപ്പം കുട്ടികൾ ആദ്യം പഠിപ്പിക്കുന്ന വിഷയം അതാണ്. നമ്മൾ മക്കളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കേണ്ടത് മുത്തുനബി ജനിച്ചത് എവിടെയാണ്, മുത്തുനബിൻ്റെ വഫാത്ത് എവിടെയാണ്, അങ്ങനെ മുത്തിനി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആദ്യം പഠിപ്പിച്ചാൽ ആ മക്കൾക്ക് വലിയ ഖൈറും വിജയവും ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. നമ്മളൊക്കെ ശ്രദ്ധിക്കണത്. ആദ്യം ABC പഠിപ്പിച്ചാൽ പോരാ, ആദ്യം പഠിപ്പിക്കേണ്ടത് അള്ളാഹ് മുത്തുനബിയെ പറ്റി പഠിപ്പിക്കണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി നോക്കളെ, ശ്രദ്ധിക്കണേ. അടുത്ത അമീനെ അമീ പറയണേ. നമ്മുടെ നബിയുടെ ആദ്യ വിവാഹം നടക്കുമ്പോൾ നബിക്ക് എത്ര വയസ്സാ? 25-ാമത്തെ വയസ്സിലാണ് നബീൻ്റെ ആദ്യത്തെ കല്യാണം അല്ലേ? അന്ന് ബീവി ഖദീജ ബീവിക്ക് 40 വയസ്സാണ്, നബിക്ക് 25 വയസ്സും. അബ്രീൻ. ഓക്കെ, റെഡി? ഇനി നബിന്റെ ഉപ്പാപ്പാന്റെ പേരെന്താ? അബ്രീൻ പറയും. ഓക്കെ, മാഷാ അല്ലാഹ്. ഒക്കെ പഠിക്കും മക്കൾ. ശ്രദ്ധിക്കണേ. നമ്മുടെ നബി ശ്രദ്ധിക്കണേ. ഇനി പറയേണ്ട ആരെ അറിയോ? അതീന പറയേണ്ടത്. റെഡിയല്ലേ? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ നബിന്റെ വയസ്സ് എത്ര? 63. മാഷാ അല്ലാഹ്. എത്രയാണ്? 63. നബിക്ക് നുബുവത്ത് കിട്ടിയിട്ട് അല്ലേ? ആ നുബുവത്ത് കിട്ടുമ്പോൾ
നബിന്റെ വയസ്സ് ആരാ പറയേണ്ടത്? അതിനെ പറയാം. അതിനിടെ മൈക്ക് കുടിക്കും. നബിക്ക് നുബുവത്ത് കിട്ടുമ്പോൾ നബിയുടെ വയസ്സ് എത്ര മോളെ? അയിന 40. മാഷാ അല്ലാഹ്. എത്രയാണ്? 40 വയസ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മാറുക കേട്ടോ, ശ്രദ്ധിക്കണം എല്ലാവരും. ഞാൻ അടുത്ത ഉത്തരം പറയേണ്ട ആരോ? ഫാത്തിമ പറയണം. അപ്പൊ മൈക്ക് കൊടുക്കുക ഫാത്തിമ. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് വന്നതല്ലേ? വീട്ടിൽ നിന്ന് കീയുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ദിക്റ് ചൊല്ലണം അല്ലേ? വീട്ടിൽ കയറുമ്പോൾ ദിക്റ് ചൊല്ലണം അല്ലേ? ഒക്കെ പറയുന്നില്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അത് വീട്ടിൽ നിന്ന് എങ്ങോട്ടാണെങ്കിലും, മദ്രസക്കാണെങ്കിലും സ്കൂളൊക്കെ ആണെങ്കിലും ഏത് സ്ഥലത്തൊക്കെ ആണെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെല്ലേണ്ട ദിക്ർ എന്താ മോളെ ഫാത്തിമ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. വെരി ഗുഡ്, അഹ്സൻത്, മാഷാ അല്ലാഹ്. അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ എല്ലാ മക്കൾക്കും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെല്ലേണ്ട ദിക്ർ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ചൊല്ലി നമ്മൾ ഇറങ്ങണം. ഇനി അടുത്ത ഉത്തരം പറയേണ്ടത് ആരാ? അബ്രീൻ അല്ലേ? ഓക്കെ, റെഡി അല്ലേ? വീട്ടിൽ കയറുമ്പോൾ ദിക്റുണ്ട്. നമ്മൾ വീട്ടിൽ വലത് കാല് വെച്ച് കയറുമ്പോൾ ദിക്റുണ്ട്. ആ ദിക്ർ എന്താ മോനെ അബ്രീൻ? ബിസ്മില്ലാഹി അൽജിന വൽജിന വബിസ്മില്ലാഹി അൽജിന ഖറജിന. മറന്നോ? വഅല റബ്ബിന ബിസ്മില്ലാഹി വലജിന വബിസ്മില്ലാഹി ഖറജിന വഅല റബ്ബിന തവക്കൽനാ.